ഹലോ മക്കളെ, അപ്പൊ നമ്മള് ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നമ്മള് ഇന്ത്യയുടെ ക്ലാസിഫിക്കേഷൻ അല്ലെ, ടോപ്പോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതിൽ തന്നെ ഹിമാലയത്തെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലെ. ഹിമാലയത്തിന്റെ ഡിവിഷൻ എങ്ങനെയായിരുന്നു? ഹിമാലയത്തിന്റെ ഡിവിഷൻ വരുന്നുണ്ടായിരുന്നത് ഈസ്റ്റേൺ ഉണ്ടായിരുന്നു, സെൻട്രൽ ഉണ്ടായിരുന്നു, വെസ്റ്റേൺ ഉണ്ടായിരുന്നു. അതിനകത്ത് വെസ്റ്റേണിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തു, 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ബുഗ്യാൽ വെച്ചിട്ടായിരുന്നു അല്ലെ. സോ ബുഗ്യാലും ആട്ടിടയന്മാരുമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ബുഗ്യാൽ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ മെഡോസ് ഇൻ ദി ഹിമാലയാസ് ഫൗണ്ട് ബിറ്റ്വീൻ 3000 to 4500 meters. Okay, 3000 to 4500 meters between the tree line and the snow line are called Bugyals in the Gadwal region. So, ഹിമാലയത്തില് ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയില് വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന പുൽമേടുകളെയാണ് നമ്മള് ഗഡ്വാൾ മേഖലയില് നമ്മള് ബുഗ്യാൽ എന്ന് അറിയപ്പെടുന്നത്. ബുഗ്യാൽസ് റിമൈൻ അണ്ടർ സ്നോ ഡ്യൂറിംഗ് വിന്റർ അല്ലെ, നമ്മൾ പറഞ്ഞു അല്ലെ. വിന്റർ സീസണിൽ ബുഗ്യാൽ എന്താവും? സ്നോ കവേർഡ് ആയിരിക്കും. when the snow melts away in summer, bugyals are transformed into green meadows ആയിട്ട് ട്രാൻസ്ഫോംഡ് ആയിട്ട് മാറും. ശൈത്യകാലത്തില് ഭയങ്കര മഞ്ഞു മൂടിക്കിടക്കുന്ന ബുഗ്യാലുകള് മഞ്ഞുരുകുന്നതോടുകൂടി പച്ച പുതച്ച് പുൽമേടുകളായിട്ട് മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളില് എത്തുന്നു. അപ്പം ഈ ഒരു സമയമാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ആട്ടിടയന്മാര് ആടുകളെയൊക്കെ കൂട്ടിയിട്ട് അല്ലെ അവരുടെ വളർത്തുമൃഗങ്ങളുമായിട്ട് ബുഗ്യാലിലേക്ക് എത്തും. So the shepherds reach these meadows from the dry valleys with their herds during the summer, the Gadwal region season. Leaving their dry valleys, they make temporary camping sheds and live along with their livestock in the luxuriant green bugyals. അപ്പം താഴ്വാരങ്ങളില് വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് ശുദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തു മൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. ഓക്കെ, അപ്പൊ അവര് എന്താ സീസണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തു മൃഗങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവല് ചെയ്യുന്നുണ്ട്. So with the advent of winter, they leave these hills and live in the valleys under the next season. മഞ്ഞുകാലം കഴിയുന്നതോടുകൂടി അവരെന്ത് ചെയ്യും? മലയിറങ്ങിയിട്ട് അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിലായിരിക്കും അവര് വസിക്കുന്നുണ്ടാവുക. The seasonal migration along with their domestic animals അല്ലെ, അവരവരുടെ വളർത്തുമൃഗങ്ങളോടുകൂടിയാണ് അവര് സീസൺ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും താമസിക്കുന്നത്. From one grazing ground to another is known as transhumans. അപ്പൊ എന്താ transhumans എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിക്കും, എക്സാമിന് ചോദിക്കും transhumans എന്താന്ന് ചോദിക്കും. എന്താണ്? വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് നമ്മൾ ട്രാൻസ്ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മള് വെസ്റ്റേൺ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ ഹിമാലയന്റെ ഫീച്ചേഴ്സ് ആണ്. മധ്യ ഹിമാലയത്തെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പം രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലെ, മധ്യ ഹിമാലയം. Part of Himalayas from river Kali to river Tista is the central Himalayas. കാളി നദി മുതൽ തിസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തിനെയാണ് മധ്യ ഹിമാലയം എന്ന് പറയപ്പെടുന്നത്. മധ്യ ഹിമാലയം നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. സോ മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിമും അതുപോലെ തന്നെ ഡാർജിലിംഗ് പ്രദേശങ്ങളും മാത്രമാണ് ഇന്ത്യയിൽ ഉള്ളത്. അപ്പം ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. എവിടെയാണ്?
ഫ്രം കാളി റിവർ മുതൽ ടിസ്ത നദി വരെയാണ് മധ്യ ഹിമാലയം ഉള്ളത്. ഓൾസോ നോൺ ആസ് നേപ്പാൾ ഹിമാലയ എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നേപ്പാൾ ഹിമാലയ എന്ന് പറയുന്നത്? സിൻസ് ദ മെജോറിറ്റി ഓഫ് ദിസ് റീജിയൻ ഫോൾസ് ഇൻ നേപ്പാൾ. അല്ലെ, കൂടുതൽ ഭാഗവും എവിടെയാണുള്ളത്? നേപ്പാളിലാണുള്ളത്. ആകെ ഇന്ത്യയിലുള്ളത് എവിടെയാണ്? വെസ്റ്റേൺ സിക്കിമും ഡാർജിലിംഗും മാത്രമാണ് ഈ സെൻട്രൽ ഹിമാലയത്തിന്റെ പാർട്ട് ഇന്ത്യയിൽ ഉള്ളതായിട്ടുള്ളത്. ഓക്കെ, വേൾഡ്സ് ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ്. കേട്ടിട്ടില്ലേ? എവറസ്റ്റ് കൊടുമുടി എന്ന് കേട്ടിട്ടില്ലേ? സോ മൗണ്ട് എവറസ്റ്റ് ഇസ് ഇൻ നേപ്പാൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് മൗണ്ട് നേപ്പാളിലാണ്. മൗണ്ട് എവറസ്റ്റ് എവിടെയാണുള്ളത്? നേപ്പാളിലാണ് ഉള്ളത്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പം സെൻട്രൽ ഹിമാലയത്തിലുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങള് മൗണ്ട് എവറസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പാസസ് അല്ലെ, ചുരങ്ങളുണ്ട്. ഏതാണ്? നാഥുല പാസ് ഉണ്ട്, കാഞ്ചൻജംഗ ഉണ്ട്. ഇതൊക്കെ എവിടെയാണുള്ളത്? ഈ സെൻട്രൽ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. The swift flowing Tista River and its stream terraces are the features of the Sikkim Himalaya. അപ്പം ഭയങ്കര സ്പീഡിൽ ഒഴുകുന്ന ടിസ്ത നദിയും അതിന്റെ നദീ തീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. അപ്പം ബ്രിട്ടീഷുകാര് ഈ സ്ഥലത്തിന്റെ ഒരു പെക്യുലാരിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു കൊളോണിയൽ പീരീഡിൽ തന്നെ എന്ത് ചെയ്തു? തേയില കൃഷി അല്ലെ, ടീ പ്ലാന്റേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തില് ഏറെ പ്രസിദ്ധമാണ്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ഡാർജിലിംഗ് അല്ലെ, തണുത്ത സ്ഥലത്ത് അല്ലെ, അവിടെ ഉണ്ടാക്കുന്ന ഡാർജിലിംഗ് തേയില എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തില് ഇന്റർനാഷണൽ ലെവലില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തേയിലയാണ്. സോ British having identified the favorable conditions started tea cultivation here during the colonial era. The Darjeeling tea produced here is internationally famous. Okay. Next, അപ്പൊ നമ്മള് സെൻട്രൽ ഹിമാലയം കണ്ടു, വെസ്റ്റേൺ ഹിമാലയം പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഈസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയം. ഓക്കെ, കിഴക്കൻ ഹിമാലയം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയാസ്. These are low hills as compared to the western Himalayas, extending from river Testa to river Brahmaputra in the east. അപ്പം നമ്മുടെ മറ്റേ വെസ്റ്റേൺ ഹിമാലയനെ കമ്പയർ ചെയ്യുമ്പം അല്ലെ, പടിഞ്ഞാറൻ ഹിമാലയത്തിനെ അപേക്ഷിച്ച് കുറച്ച് ഉയരം കുറഞ്ഞ മലനിരകളായിട്ടുള്ള കിഴക്കൻ ഹിമാലയം ടെസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നുണ്ട്. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖല, അപ്പം കിഴക്കൻ ഹിമാലയത്തിനെയാണ് എന്ത് പറയുന്നത്? അസം ഹിമാലയ എന്ന്. ഓക്കെ, അസം ഹിമാലയ എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നഞ്ചാ പർവ്വ. ഓക്കെ, 7756 മീറ്റർ ആണ് നഞ്ചാ പർവ്വ ഉള്ളത്. സോ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് Assam Himalayas. The highest peak in this region is Nanja Barwa. Nanja Barwa എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കൊടുമുടി ഈ ഒരു റീജിയണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര ഉണ്ട്, കാമെങ് ഉണ്ട്, ലോഹിത് ഉണ്ട്, സുബൻസിരി are the important rivers in the eastern Himalaya region. The Bondila, which connects Arunachal Pradesh with Lhasa, capital city of Tibet, and Difu, which connects with Myanmar, are the important passes in this region. So ബോണ്ടില ചുരം അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോണ്ടില, ഓക്കെ, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. അപ്പം ബോണ്ടില ചുരവും ദിഫു ചുരവും നിങ്ങൾ പേര് ഓർത്തു വെക്കുക. ഏതിലാണ്? ഈസ്റ്റേൺ ഹിമാലയത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പൂർവാചൽ കുന്നുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഹിമാലയത്തില് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പൂർവാചൽ കുന്നുകൾ. ഓക്കെ, പൂർവാചൽ ഹിൽസ്.
Himalaya mountains are seen as hills of lesser elevation in the north-south direction from Arunachal Pradesh up to Mizoram. These hills having an average elevation from 500 to 3000 meters above mean sea level are known as Purvachal Hills. അപ്പം എന്താണ് പൂർവാചൽ ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും എത്ര മുതൽ എത്ര വരെയാണ് മക്കളെ? സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ, അല്ലെ? 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകളെയാണ് നമ്മൾ പൂർവാചൽ കുന്നുകൾ എന്ന് പറയുന്നത്. സോ ബ്രഹ്മപുത്ര താഴ്വരയുടെ കിഴക്ക്, അല്ലെ? ഹിമാലയ മൗണ്ടെയിൻസ് ആർ സീൻ ആസ് ഹിൽസ് ഓഫ് ലെസർ എലിവേഷൻ ഇൻ ദ നോർത്ത് സൗത്ത് ഡിറക്ഷൻ ഫ്രം അരുണാചൽ പ്രദേശ് അപ് ടു മിസോറാം. ദീസ് ഹിൽസ് having an average elevation, elevation ഓർക്കണേ, 500 to 3000 meters above mean sea level are known as Purvachal Hills. Of these, the most important are the Patkaibam. Okay, Patkaibam. The Naga Hills, the Mizo Hills, അല്ലെ? പാട്കായിബം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇത്രയും കുന്നുകൾ, അല്ലെ? പട്കായിബം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, അല്ലെ? ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ, നല്ല മഴ കിട്ടുന്ന സ്ഥലമായിട്ടുള്ള നിങ്ങൾ ചിറാപുഞ്ചി എന്ന് കേട്ടിട്ടില്ലേ? ചിറാപുഞ്ചി ഉണ്ട്, മൗസിൻഡ്രം ഉണ്ട്. സോ Cherrapunji and Mawsynram located here receive the highest rainfall in the world. Okay, ഇവിടെ നിങ്ങളൊരു പിക്ചർ കാണാൻ വരുന്നുണ്ട്. ഇറ്റ്സ് എ പിക്ചർ ഓഫ് ദി റോഡ് ബ്രിഡ്ജ്, അല്ലെ? റൂട്ട് വെച്ചിട്ട്, അല്ലെ, മരങ്ങളുടെ റൂട്ട് വെച്ചിട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിക്ചർ ആണിത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഇമേജ് തന്നെയാണ്. സോ നദികൾ മുറിച്ചു കടക്കാൻ വേണ്ടി, അല്ലെ? ഇവിടെ നദികളുണ്ട്. ഈ നദി മുറിച്ചു കടക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? നദി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മളിപ്പം എന്ത് ചെയ്യുന്നുണ്ട്? പാലങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നില്ലേ? സിമെന്റും മെറ്റലും മണലൊക്കെ ഉപയോഗിച്ച് നമ്മൾ പാലങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നത്തെ സമയത്ത് ഈ ഒരു നദി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനത്തെ മെക്കാനിസം ആയിരുന്നില്ല. അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? നദികള് മുറിച്ചു കടക്കുന്നതിന് വേണ്ടിയിട്ട് മരങ്ങളുടെ വേരുകൾ ചേർത്തിട്ട് റൂട്ട് ബ്രിഡ്ജസ്, അല്ലെ? റൂട്ട് വെച്ചിട്ട് ബ്രിഡ്ജസ് ഉണ്ടാക്കും. ആ പാലമാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇത്, അല്ലെ? സോ it's a picture of a road bridge constructed by the local folk using braided tree roots in order to cross turbulent streams. It's a clear evidence of the harmonious coexistence of people with the nature. ആൾക്കാര് ഒരു ഹാമും ചെയ്യാതെ എന്ത് ചെയ്യാണ്? വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അന്ന് ജീവിച്ചിരുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് കേബിൾ ലഞ്ചാവോ, ചലിക്കുന്ന ദേശീയോദ്യാനം. ഓക്കെ, കേബിൾ ലഞ്ചാവോ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്. കേബിൾ ലഞ്ചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം. സോ ദ കേബിൾ ലഞ്ചാവോ നാഷണൽ പാർക്ക് situated in the largest freshwater lake of northeastern India. The small islands formed in the lake by the floating organic matter along with soil are called fundi. അപ്പം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കേബിൾ ലഞ്ചാവോ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള തുരുത്തുകളെയാണ് നമ്മൾ പുണ്ടി എന്ന് പറയുന്നത്. And the Keibul Lanjavo National Park consists of several such puntis in Loktak Lake. Each punti contains unique ecosystem including അല്ല ഓരോ പുണ്ടിയിലും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ബേർഡ്സ്, സ്മോൾ ഓർഗാനിസംസ് ഒക്കെ കാണാൻ പറ്റും, അല്ലെ? സസ്യങ്ങളും
ചെറുജീവികളും പക്ഷികളും അടങ്ങുന്നതാണ്. തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുണ്ടികൾ ചേർന്നാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് ഇത്. So the Loktak Lake is included in the Ramsar list of sites for the watershed conservation. അല്ലെ, തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള റാംസർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ. ഓക്കെ, ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ. Himalayas forming India's northern boundary along with the other continuous mountains together makes a climatic divide between the Indian subcontinent and the Central Asia. അപ്പം ഇന്ത്യയിലെ ഒരു ഡിവിഷൻ വരുന്നുണ്ട് അല്ലെ. ഹിമാലയ പർവ്വതം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബാക്കി എല്ലാ ശക്തിയിൽ നിന്നും തടഞ്ഞ് ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഒരു പർവ്വതം കൂടിയാണ് ഹിമാലയ പർവ്വതം. അപ്പം ആ ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നുണ്ട്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പം ഒരു സ്ഥലത്ത് നല്ല ഉയരമുണ്ട് അല്ലെങ്കിൽ വേറൊരു ഭൂപ്രകൃതിയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ ആയിരിക്കില്ല ഉയരം കുറഞ്ഞൊരു സ്ഥലത്തുള്ള കാലാവസ്ഥ. അപ്പം ഉയരത്തിനനുസരിച്ചിട്ടും ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ടും ഓരോ സ്ഥലത്തും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാലാവസ്ഥയിലും എന്തുണ്ട്, ക്ലൈമറ്റിലും എന്തുണ്ട്, ഡിഫറൻസ് കാണാൻ പറ്റും. സോ climate of the Himalayan mountain zone varies according to the elevation and the topography of the respective parts of the region. Mild climate prevails along the lower mountain slopes and the Shivalik foothills. എവിടെയാണ് ഉയരം കുറഞ്ഞ താരതമ്യേന ഉയരം കുറഞ്ഞിട്ടുള്ള പർവ്വത ചെരുവുകളിലും ശിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. ഓക്കെ, താരതമ്യേന ഉയരം കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളും പർവ്വത ചെരുവുകളിലും ഒക്കെ എന്തായിരിക്കും, മിതമായിട്ടുള്ള ഒരു കാലാവസ്ഥ, മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. But at higher elevations it will be considerably low temperature and winter climate conditions. Okay, അതേ സ്ഥാനത്ത് ഉയരം കൂടിയ പർവ്വത ഭാഗം അല്ലെ, നല്ല ഹൈറ്റ് ഉള്ള പർവ്വത ഭാഗങ്ങളില് കുറഞ്ഞ താപനിലയായിരിക്കും. അതുപോലെ തന്നെ എന്തുമായിരിക്കും, ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത് അല്ലെ. നല്ല തണുപ്പുള്ള അല്ലെ, കുറഞ്ഞ താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപനില കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ചൂട് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തണുപ്പായിരിക്കും. അപ്പം ഉയരം കൂടിയ സ്ഥലത്ത് എന്തായിരിക്കും, ഭയങ്കര ശൈത്യ കാലാവസ്ഥ, തണുപ്പായിരിക്കും. ഓക്കെ, ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പം നല്ല ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും അതുപോലെ തന്നെ ലഡാക്ക് റീജിയനിലും അല്ലെ, at extremely high altitudes and in the Ladakh region pole like extreme winter climate is experienced അല്ലെ. അപ്പം ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായിട്ടുള്ള ഒരു തീവ്ര ശൈത്യം. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള കാലാവസ്ഥ പറഞ്ഞു. ഒന്ന് മിതോഷ്ണ കാലാവസ്ഥ എവിടെയാന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞു. എവിടെയാണ് മിതോഷ്ണ കാലാവസ്ഥ ഉള്ളത്, താരതമ്യേന ലോ ഹൈറ്റും അതുപോലെ തന്നെ പർവ്വത ചെരുവിലും ഉണ്ടാവും. അതുപോലെ തന്നെ പർവ്വത ഭാഗങ്ങളിലുള്ള വേറൊരു കാലാവസ്ഥ കുറഞ്ഞ താപനില, അതായത് ശൈത്യ കാലാവസ്ഥ, അത് എന്തായിരിക്കും, ഉയരം കൂടിയ സ്ഥലത്തായിരിക്കും. അതേ സ്ഥാനത്ത് ലഡാക്കിലും നല്ല എക്സ്ട്രീം ഹൈ പർവ്വതത്തിലും ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ധ്രുവത്തിന് സമാനമായിട്ടുള്ള തണുപ്പ്. അപ്പൊ 3 കാലാവസ്ഥ അല്ലെ, കുറച്ച് മിതോഷ്ണം, കുറച്ച് നല്ല തണുപ്പ്, ഒന്ന് എക്സ്ട്രീം തണുപ്പ് അല്ലെ, തീവ്ര ശൈത്യ കാലാവസ്ഥ. അങ്ങനെ 3 കാലാവസ്ഥാസ് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലൈമറ്റ്. Southwest monsoon rains are received along the southern slopes of the Shivalik ranges and the northeastern India. Snowfall is common in the higher regions of the mountains. So, ശിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. എവിടെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നത്? ശിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവില്, അതുപോലെ തന്നെ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ. ഓക്കെ, അവിടെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കിട്ടുന്നത്.
പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. സ്നോഫോൾ ഇസ് കോമൺ ഇൻ ദി ഹയർ റീജിയൻസ് ഓഫ് ദി മൗണ്ടൻ. പർവ്വതത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, പിക്ചറിലൊക്കെ കാണാൻ പറ്റും, നല്ല പർവ്വതത്തിന്റെ മുകളിൽ എന്തുണ്ടാവും, മഞ്ഞുവീഴ്ച കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, monsoon winds blowing from the Bay of Bengal get trapped in between the Assam Himalayas and the Purvachal Hills. Okay, ബംഗാൾ ഉൾക്കടലുണ്ട് അല്ലെ, ബേ ഓഫ് ബംഗാളിൽ നിന്നും വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിൽ നിന്നും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു അല്ലെ. അവിടെ എല്ലാം അവിടെ തന്നെ പെയ്തൊഴിയുക ചെയ്യുന്നത്. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിലുള്ള മഴ ലഭിക്കുന്നു. എന്തുകൊണ്ടാണ് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ നല്ല മഴ ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ്? ബംഗാൾ ഉൾക്കടലിൽ നിന്നൊരു കാറ്റ് വീശും അല്ലെ, മൺസൂൺ കാറ്റ് വീശും. ആ കാറ്റ് അസം ഹിമാലയത്തിന്റെയും പൂർവാചൽ കുന്നുകൾക്കും ഇടയിലും എത്തുമ്പോ, അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കും ഇടയിലും എത്തുന്ന സമയത്ത് മുഴുവൻ നീരാവിയും അവിടെ തന്നെ പെയ്തൊഴുകും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിലുള്ള മഴ ലഭിക്കുന്നത്. സോ the monsoon winds blowing from the Bay of Bengal get trapped in between the Assam Himalayas and the Purvachal Hills, and as a result most of its moisture reaches back to earth as rain. Hence, the northeastern India, especially the Meghalaya plateau, receives heavy rainfall. നല്ല rainfall കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മള് കാലാവസ്ഥ പറഞ്ഞു അല്ലെ, റെയിൻഫോളിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് നമ്മള് വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? നിങ്ങള് വലിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടോ? വാട്ടർഫോള് ട്രിപ്പിനൊക്കെ പോകുമ്പോ കാണാൻ പറ്റും അല്ലെ. വാട്ടർഫോൾ അല്ലെങ്കിൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീ ഫോൾ ഓഫ് വാട്ടർ vertically from a cliff in the course of a river or stream is called waterfall. എന്താ വാട്ടർഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും അല്ലെ, നദി ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും, ആ ഒരു ഹൈറ്റിൽ നിന്നും ഉയരത്തിൽ നിന്നും ഒഴുകുന്ന നദിയിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് അല്ലെ, ഇവിടെ ഇങ്ങനെ ഒഴുകുന്ന നദിയായിരിക്കും, പെട്ടെന്ന് ഇവിടെ താഴെ ഭാഗമായിരിക്കും, അപ്പൊ പെട്ടെന്ന് കുത്തനെ ഇങ്ങ് താഴേക്ക് ഇങ്ങനെ ഒഴുകുന്നതിനാണ് എന്ത് പറയാ അല്ലെ, ഇവിടെ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത നദി ഇവിടെ ഒരു കുത്തനെ താഴേക്ക് വരാൻ പാകത്തുള്ള ഒരു സ്ഥലമായിരിക്കും. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, വെള്ളച്ചാട്ടം ഫോം ചെയ്യുന്നത്. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. അപ്പൊ എന്താ വെള്ളച്ചാട്ടത്തിന്റെ റീസൺ എന്താന്നാ പറയുന്നത്? നദി ഇങ്ങനെ സഞ്ചരിക്കുന്ന പാതയില് കുറച്ച് കട്ടിയൊന്നും ഇല്ലാത്ത അല്ലെ, ഉറപ്പ് കുറഞ്ഞിട്ടുള്ള ശിലകൾ ഉണ്ടാവും. അതിന് എറോഷൻ സംഭവിക്കും, അല്ലെങ്കിൽ അതിന് അപരദനം അല്ലെ, നിങ്ങൾ അപരദനം എന്ന് കേട്ടിട്ടല്ലേ, അതിനകത്ത് അപരദനം സംഭവിക്കും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, വെള്ളച്ചാട്ടങ്ങള് ഉണ്ടാവുന്നത്. സോ caused due to the excessive erosion. എന്ത് കാരണമാണ്? excessive erosion of the soft rocks in the course of river. റിവറിന്റെ കോഴ്സില് ഇതാണ് എക്സസീവ് ആയിട്ടുള്ള ഇറോഷൻ സംഭവിക്കുമ്പോഴാണ് വെള്ളച്ചാട്ടം ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് വീരൂപ താഴ്വര അല്ലെങ്കിൽ വി ഷേപ്ഡ് വാലീസ്. വീരൂപ താഴ്വര, വീരൂപത്തിലുള്ള അല്ലെ, ഈ രൂപത്തിലുള്ള വാലീസിനെയാണ് എന്ത് പറയാ, വീരൂപ താഴ്വര എന്ന് പറയാം. നോക്കി നിങ്ങൾ അത് എങ്ങനെയാ ആ ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് റിവർ ഫ്ലോ ദ lateral erosion leads to enhancement of width of the river valley, and the vertical erosion leads to the depth of the valley. അപ്പൊ എന്താ സംഭവിക്കുന്നത്, റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും, നദി ഒഴുകുന്ന സമയത്ത് അതിന്റെ വശങ്ങളിൽ അല്ലെ, അതിന്റെ സൈഡ്, നദി പോകുന്ന സൈഡ്, അതിന്റെ സൈഡ് ഉണ്ട് അല്ലെ, ആ വശങ്ങളിൽ എന്ത് സംഭവിക്കും, അപരദനം സംഭവിക്കുന്നുണ്ടാവും. ഈ അപരദനം സംഭവിക്കുന്ന കാരണം എന്ത് സംഭവിക്കും, അതിന് വീതി ഇങ്ങനെ കൂടും. ഓക്കെ, നദി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അപ്പൊ ആ സൈഡിൽ എന്തുണ്ടാവും, വശങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ടാവും, ഇറോഷൻ അല്ലെങ്കിൽ അപരദനം സംഭവിക്കുന്നുണ്ടാവും. അപ്പം അവിടെ വീതി കൂടും. നദീതടത്തിലെ അടിത്തട്ടിൽ ഓക്കെ, അതുപോലെ തന്നെ നദീന്റെ ഏറ്റവും അടിഭാഗത്ത് അവിടെ അപരദനം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ആഴം കൂടും. ഓക്കെ, അപ്പം സൈഡിലേക്കുമായി ആഴവും കൂടും. ഓക്കെ, so during the course of river flow the lateral erosion അല്ലെ, വശങ്ങളിലുള്ള ഇറോഷൻ
leads to the enhancement of width of the river valley. അപ്പൊ എന്ത് സംഭവിക്കും? റിവറിന്റെ വിഡ്ത്ത് കൂടും. ആൻഡ് ദി vertical erosion leads to the depth of the river valley. അപ്പം vertical erosion ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെപ്തും കൂടും. ആസ് എ റിസൾട്ട് ഓഫ് ദി ഹോൾ പ്രോസസ്. അപ്പം സൈഡിലേക്കുള്ള എറോഷൻ നടന്നു, ഡെപ്തും കൂടി അല്ലെ, എറോഷൻ കാരണം ഡെപ്തും കൂടി. ഇതെല്ലാം കാരണം എന്ത് സംഭവിക്കും? റിവർ വാലീസ് വിത്ത് സ്ലാൻഡിങ് സൈഡ്സ് ആർ ഡെവലപ്ഡ്. അപ്പം അത് കാരണം റിവർ വാലിയും ഉണ്ടാവും, ചരിവുള്ള അല്ലെ സ്ലാൻഡിങ് ആയിട്ടുള്ള സ്ലൈഡ്സും കൂടി സൈഡും കൂടി ഡെവലപ്പ് ചെയ്യും. സിൻസ് they resemble the English alphabet V അല്ലെ, V ഷേപ്പ് ആയിട്ട് റിസംബിൾ ചെയ്യുന്നത് കൊണ്ട് the valleys are known as V-shaped valleys. അതുകൊണ്ട് ആ വാലീസിനെ എന്ത് പേരിൽ അറിയപ്പെട്ടു? V-shaped valleys എന്ന് അറിയപ്പെട്ടു. സോ ഇത്തരം പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നുണ്ട്. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ V അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ ഇതിനെ V രൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നു. സോ എങ്ങനെയാ വീരൂപ താഴ്വര ഉണ്ടാകുന്നത്? ലാറ്ററൽ ഇറോഷൻ നടക്കും, ഡെപ്തിൽ ഇറോഷൻ നടക്കും. അപ്പൊ ഒരു വി ഷേപ്ഡ് ആയിട്ടുള്ള വാലി ഫോം ചെയ്യുന്നതിനോടാണ് വീരൂപ താഴ്വര എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? സെൻട്രൽ ഹിമാലയാസിനെ പറ്റിയിട്ടും ഈസ്റ്റേൺ ഹിമാലയാസിനെ പറ്റിയിട്ടും പഠിച്ചു. ബാക്കി വെള്ളച്ചാട്ടം വാട്ടർഫോള് പഠിച്ചു, താഴ്വര വീരൂപ താഴ്വര പഠിച്ചു, കാലാവസ്ഥ അല്ലെ ക്ലൈമറ്റ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.